എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറിനെ തന്നെയാണ് മാനേജ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കമൽജിത്ത് ആണ് വരുന്നത്, അതും ഒഡീസ FC നിന്നാണ്. പക്ഷേ ഗൈസ്, സച്ചിന് പകരം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ കീപ്പേഴ്സിന് പകരം കമൽജിത്ത് എത്രമാത്രം അടിപൊളിയായിരിക്കും എന്നുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൽജിത്ത് സിംഗ് എത്രമാത്രം അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ കുറച്ച് സീസണിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി എവിടെയും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒഡീസയിലാണെന്നുണ്ടെങ്കിലും മെയിൻ ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ചാൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു ലോൺ ഓഫറിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈസ്റ്റ് ബംഗാളിൽ ഇരുന്ന സമയത്ത് ഈസ്റ്റ് ബംഗാൾ എന്തുകൊണ്ടാണ് ഗില്ലിനെ വാങ്ങിച്ചതെന്നുള്ളത് കഴിഞ്ഞ മുമ്പത്തെ സീസണുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം. പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, ഗോൾ കൺസീഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു അത്യാവശ്യം നല്ല എമൗണ്ടിന് ആരെ കൊണ്ടുപോയത്, ഗില്ലിനെ നമ്മളെ നിന്ന് കൊണ്ടുപോയത്. അപ്പം സച്ചിൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ വേണമെന്ന് പറഞ്ഞ് വാശി ഉണ്ടാക്കിയിട്ട് കമൽജിത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം തന്നെയായിട്ട് ഇനി നിൽക്കും. കാരണം മത്സരങ്ങൾ കാണാതെ നമുക്ക് എന്തായാലും, കാരണം കമൽജിത്ത് എങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറ്റം പറയാം എന്നുള്ളതാണ്.